ഈ പരിപാടിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള എല്ലാ സഹോദരങ്ങൾക്കും അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. തണൽ തീരം KMCC 8ാം വാർഷികവും ഉസ്താദ് KH താനൂരിനെ മഗാ ഖവാലി മഹ്ഫിലും ഒന്നിച്ച് നടക്കുന്ന സുന്ദരമായിട്ടുള്ള ഒരു പരിപാടിയാണ് താനൂരിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. കലാപരമായും സാംസ്കാരികമായുമെല്ലാം നമ്മുടെ പഴയകാല പാരമ്പര്യങ്ങൾ നിലനിർത്തേണ്ട ഒരു ചുറ്റുപാടിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അപ്പോഴാണ് KH താനൂരിനെ പോലുള്ള അസാധാരണത്വമുള്ള ഗായകരുടെ, പാട്ടുകാരുടെ പ്രസക്തിയും പ്രാധാന്യവും വർദ്ധിക്കുന്നത്. ഇന്നിപ്പോൾ നാട്ടിലാകെ കണ്ണോടിച്ചാൽ ഓരോ രംഗത്തും പല രീതിയിലുള്ള ആഭാസങ്ങളും അരാജകത്വങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആ ആഭാസങ്ങൾ എല്ലാ രംഗത്തും വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ നാടിന് ചില പാരമ്പര്യങ്ങളുണ്ട്, നമ്മുടെ സമൂഹത്തിന് ചില പാരമ്പര്യങ്ങളുണ്ട്. ആ പാരമ്പര്യങ്ങളെയൊക്കെ ചോർത്തിക്കളയുന്ന രീതിയിലുള്ള സംഗതികളാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പാട്ടായാലും കവിതയായാലും ഗാനാലാപനമായാലും അതിനൊക്കെ നമുക്ക് നമ്മുടേതായ ചില പാരമ്പര്യങ്ങളുണ്ട്, ശീലുകളുണ്ട്. ഇപ്പം മാപ്പിളപ്പാട്ടെടുത്താലും മലയാളത്തിൻ്റെ വേറെ ഏത് ഗാനസാഹിത്യമെടുത്താലും, ഇനി ഇന്ത്യയുടെ തന്നെ പാരമ്പര്യത്തിലേക്ക് പോയാൽ ഹിന്ദി, ഉറുദു, ഹിന്ദുസ്ഥാനി, അതിനൊക്കെ ഒരു മാന്യമായ ഒരു പാരമ്പര്യമുണ്ട്. ആ മാന്യതയുടെ പാരമ്പര്യങ്ങളൊക്കെ കളഞ്ഞു കുളിക്കുന്ന രീതിയിൽ പുതിയ പ്രവണതകൾ വളർന്നു വരികയാണ്. പുതിയ പ്രവണതകളൊക്കെ തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പല പുതിയതും വളരെ ആഭാസകരമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രത്യേകിച്ച് മൊബൈലിൻ്റെ, സോഷ്യൽ മീഡിയയുടെ ഒരു തള്ളിക്കയറ്റത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സമൂഹത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നാട് മാറുന്നു, നാട്ടുകാർ മാറുന്നു, ജനങ്ങൾ മാറുന്നു, ആചാരരീതികൾ മാറുന്നു. പണ്ടത്തെ കല്യാണമല്ല അന്നത്തെ കല്യാണം. കല്യാണപ്പറമ്പ്, കല്യാണപ്പന്തലുകളിൽ പോലീസ് ഇടപെടേണ്ടി വരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെയുള്ള പല വാർത്തകൾ കാണുന്നു, കേൾക്കുന്നു. എങ്ങോട്ടാ ഈ പോക്കെന്ന് പറയാൻ സാധിക്കില്ല. മിനിഞ്ഞാന്ന് ഞാൻ കണ്ടതൊരു കല്യാണപ്പന്തലിലെ വളരെ പറയാൻ കൊള്ളാത്ത സംഗതികളാണ്. അതിൻ്റെ പേര് നടക്കുന്ന അടിപിടിയാണ്. വളരെ ആഭാസകരമായി, മര്യാദയില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന, മുന്നോട്ടല്ല പിറകോട്ടടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പഴയ പാരമ്പര്യങ്ങളെ നിലനിർത്താനുള്ള ഏത് ശ്രമവും അഭിനന്ദനാർഹമാണ്. പാട്ട് എന്ന പേരിലും ഇതേമാതിരിയുണ്ട്. ആഭാസങ്ങൾ, തുള്ളിച്ചാട്ടങ്ങൾ പലതും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ഭക്തിഗാനമാണ് പാടുന്നതെങ്കിൽ ആ ഭക്തി ആ അന്തരീക്ഷത്തിൽ കാണപ്പെടണം, ഭക്തി കാണപ്പെടണം. സ്നേഹത്തെക്കുറിച്ചാണ് പാടുന്നതെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാവണം. ദുഃഖഗാനമാണ് പാടുന്നതെങ്കിൽ ആ ദുഃഖത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാവണം. എന്നാൽ ഭക്തി പാടുന്ന ഒരു പാട്ടിൽ പാടുന്ന വ്യക്തി ഇങ്ങനെ തുള്ളിച്ചാടി ആഭാസകരമായ ചേഷ്ടകൾ കാണിച്ചാൽ എങ്ങനെ ഉണ്ടാവും? കാണുന്നവർക്ക്, കേൾക്കുന്നവർക്ക് ഒക്കെ തന്നെ വളരെ വലിയ ഒരു അവമതിപ്പ് അതിനോടുണ്ടായിത്തീരും. ആ വികാരത്തോട് ചേർന്ന് നിൽക്കണം. അങ്ങനെയാണ് മുമ്പൊക്കെ ഉണ്ടായിരുന്നത്.
മാപ്പിളപ്പാട്ട് എന്നല്ല, ഖവാലി എന്നല്ല. അപ്പോൾ ഖവാലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഖൗൽ എന്ന അറബ് വാക്കിൽ നിന്നാണ് ഖവാലി എന്ന വാക്കുണ്ടാവുന്നത്. ഖൗൽ എന്ന് പറഞ്ഞാൽ തന്നെ വാക്ക് എന്നാണ് അർത്ഥം. അപ്പോൾ ഖവാലി ഭക്തി ഉദ്ദേശിച്ചുകൊണ്ട് എഴുതപ്പെട്ട കവിതകളാണ്. ആ ഭക്തി, അപ്പം അത് പാടുന്നവരിലും കേൾക്കുന്നവരിലൊക്കെ ആ ഭക്തി ജനിപ്പിക്കുക എന്ന ഉദ്ദേശമാണ് അതിലുള്ളത്. അതിൽ സ്തുതിച്ചുകൊണ്ടുള്ള കവിതകളുണ്ടാവും, സർവശക്തനായ സൃഷ്ടാവിനെ സ്തുതിച്ചുകൊണ്ടുള്ള കവിതകളുണ്ടാവും. അതുമല്ലെങ്കിൽ അധികവും മദ്ഹ് കവിതകളുണ്ടാവും. മദ്ഹ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രകീർത്തനം എന്നാണ് അർത്ഥം, പ്രശംസ എന്നാണ് അർത്ഥം. ആരെയാണ് പ്രകീർത്തിക്കുന്നത്? പുണ്യ റസൂലിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അതിനൊക്കെ അതിൻ്റേതായ ചില ചട്ടവട്ടങ്ങളുണ്ട്. അല്ലാതെ ഫാത്തിമ റളിയല്ലാഹു അൻഹായെ കുറിച്ച് പാട്ട് പാടിയിട്ട് തുള്ളിച്ചാടാൻ തുടങ്ങിയാൽ അത് വളരെ അനാരോഗ്യകരമാണ്. അതിനൊന്നും പ്രോത്സാഹിപ്പിക്കരുത്. പാടുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ചാണെങ്കിൽ അതിനനുസരിച്ച് നിൽക്കണം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പാടിക്കോട്ടെ. ഇതൊക്കെ പറയാൻ പറ്റിയ ഒരു വേദിയാണ് ഇന്ന് താന്നൂരിലെ നല്ലവരായ എൻ്റെ സുഹൃത്തുക്കൾ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഉസ്താദ് KH-ൻ്റെ ഈ വേദി. അദ്ദേഹം പാടുന്നത് ഗസൽ ഖവാലിയാണ്. ഖവാലി എന്ന് പറഞ്ഞാൽ ബഹളം ഉണ്ടാക്കണ്ടേ ഒന്നല്ല. കസേരമ്മ കയറി ആരും ഡാൻസ് ചെയ്യൂല. കസേരമ്മ കയറി ഡാൻസ് ചെയ്യാൻ വലിയ യോഗ്യതല്ല. ശാന്തമായിട്ടിരുന്ന് കേട്ട് ഉൾക്കൊണ്ട് ഉത്തമ സംഗീതം, ഉത്തമ കവിത മനുഷ്യൻ കേട്ടിരിക്കും. വലിയ അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള ഗസൽ ഗായകരും ഖവാലി ഗായകരുണ്ട്. ആ സദസ്സിലൊക്കെ പോയാൽ ഇപ്പോഴും ഈ 2025-ലും സദസ്സിലൊക്കെ അടക്കമായി. നമ്മൾ ഈ നാട്ടിൽ കാണുന്ന ഈ ആഭാസമൊന്നും കാണാൻ കഴിയില്ല. ആ അർത്ഥമൊക്കെ അറിഞ്ഞിങ്ങനെ ഏറിയാൽ അവർ വാ ഓ, അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടുള്ള പറച്ചിലാണ്. ഓ വാ വാ, ചിലപ്പോൾ സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറയും. അത് അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ള വികാരമാണ് ആ വരുന്നത്. അല്ലാതെ ഒന്നും അറിയാതെ കിടന്നിട്ട് എല്ലാം ഒരു ആഭാസമായി മാതാപിതാക്കൾക്കും കുടുംബസമേതവും ചെന്നിരിക്കാൻ പറ്റാത്ത ഇടങ്ങളായി ഇതൊക്കെ മാറുന്ന ഒരു കാലഘട്ടത്തെ ചെറുക്കാൻ തീരുമാനിച്ച താന്നൂരിലെ നല്ലവരായ എൻ്റെ യുവസുഹൃത്തുക്കളെ ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. ഇവിടെ ഉസ്താദ് KH താന്നൂർ പാടുക മാത്രമല്ല ചെയ്യുന്നത്, ഇതൊരു ചെറുത്തുനിൽപ്പാണ്. മോശപ്പെട്ട ചായ വിൽക്കണ കടയിൽ പോയി അങ്ങാടിയിൽ പോയിട്ട് മോശപ്പെട്ട ചായ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അവിടെ നല്ല ചായ കൊടുക്കുന്ന ചായക്കട തുടങ്ങുക എന്നുള്ളതാണ് ആ മോശപ്പെട്ട ചായകൾക്ക് കൊടുക്കാവുന്ന മറുപടി. അതാണ് നിങ്ങൾ ചെയ്യണത്. നിങ്ങളിങ്ങനെ വെറുതെ പറയല്ല. നിങ്ങളൊരു സമാന്തരമായ സംഗതി വർഷങ്ങളായിട്ട് ഒരുക്കിയിരിക്കുകയാണ്. എനിക്ക് KH-നെ നേരത്തെ അറിയാം, അദ്ദേഹത്തിൻ്റെ സംഗീതമറിയാം, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലുകൾ അറിയാം, അദ്ദേഹത്തിന് ഈ വഴിയിലുള്ള സിദ്ധി കഴിവ് അറിയാം. അത് അദ്ദേഹം നല്ല കാര്യത്തിന് ഉപയോഗിക്കുന്നു. എന്തും നല്ലതിനെ ഉപയോഗിക്കാവൂ. ഒരാൾക്ക് സംസാരിക്കാൻ കഴിവ് കൊടുത്താൽ അത് നല്ലതിന് വേണ്ടി നല്ല വാക്ക് പറയുക. ഒരാൾക്ക് പാടാൻ കഴിവ് കൊടുത്താൽ നല്ലത് തന്നെ ഈ ലോകത്ത് പാടാനുണ്ട്. എന്തൊക്കെ നല്ലത് പാടി ഇവിടെ ലോകത്ത്. നമ്മളെ നാട്ടിൽ എന്തൊക്കെ ഉണ്ട്? ഒരൊറ്റ ഒരു 2 വരി പാട്ട് കേട്ടാലും മരണം ഓർക്കുന്ന. ഇവിടെ AV മുഹമ്മദ് ഉണ്ടായിരുന്നു തിരൂരങ്ങാടിയിൽ. എനിക്ക് വളരെ പ്രിയപ്പെട്ട മാപ്പിള പാട്ട് രംഗത്തെ വലിയ ഗായകനായിരുന്നു. ഒരു വർഷം മദീനയിലേക്കുള്ള പാത കോഴിക്കോട്ട് കടപ്പുറത്ത് അതിൻ്റെ 2 വരി അദ്ദേഹം പാടിയ ഒരു പാട്ടിൻ്റെ 2 വരി ഞാൻ ചൊല്ലിയപ്പോൾ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത ആവേശമായിരുന്നു. പിന്നെ എപ്പോഴും പറയും, സമദാനി സാഹിബേ എൻ്റെ ആ പാട്ട് നിങ്ങൾ പാടിയിട്ട് ഇപ്പോൾ എല്ലാവരും ഇടയിൽ അത് അറിയപ്പെട്ടത് പ്രശസ്തമായി. നിങ്ങളെ പ്രസംഗം കേൾക്കണവരൊക്കെ ഇപ്പോൾ എൻ്റെ പാട്ട് കേൾക്കണം. ഞാൻ പറഞ്ഞ അല്ല AV, ഞാൻ പറഞ്ഞുകൊണ്ടൊന്നുമല്ല, ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങളെ പാട്ട് വളരെ പ്രസിദ്ധമാണ്. മദീനയിലേക്കുള്ള പാത എന്നൊക്കെ പറഞ്ഞാൽ അത് ലക്ഷക്കണക്കിന് ആളുകൾ പല രീതിയിൽ കേൾക്കും.
പല തലമുറകളിൽപ്പെട്ടവർ ഇന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ അവർ എ വിയുടെ അവിടെ പറയാൻ എ വി എന്തുകൊണ്ടാണ് പറ്റിയത്? അങ്ങനെയുള്ളത് പാടിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ വിശുദ്ധമായൊരു സദസ്സിൽ പറയാൻ പറ്റുമോ? അതാണ് നല്ലത് നല്ലതാണ്, ചീത്ത ചീത്തയാണ്. നല്ലതേ നല്ലതാവൂ. നല്ലതേ നല്ലതെന്ന് പറയിപ്പിക്കാനും പറ്റും, അല്ലാത്തത് വടക്ക് വടക്ക് തന്നെയാണ്. അത് ഇനി എത്ര നന്നാക്കി പൊലിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ ഒന്ന് കേട്ടാൽ ഇരയുമ്മൽ കണ്ണീരതും ചേർത്ത് മണ്ണതിനാലെ അടവാക്കും വിടവിനെ വാറിലേ. ഖബറടക്കുന്ന രംഗം എ വി പാടിയതാണ്. കണ്ണീര് കുഴച്ച് മണ്ണ്, അതുകൊണ്ട് ഖബറിൻ്റെ ദ്വാരങ്ങൾ അടക്കുന്നതാണ് പറയുന്നത്. പരൻ വിധിച്ചുമായിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ട് നാട്ടിലെ. കഥ എന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ. വീട്ടിലെ മെത്ത പിരിഞ്ഞ് കാട്ടിലാറടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇരയുമ്മൽ കണ്ണീരതും ചേർത്ത് മണ്ണതിനാലെ അടവാക്കും വിടവിനെ വാറിലേ. ഞാനിങ്ങനെ തിരുവരങ്ങാടി വഴിക്ക് പോകുമ്പോൾ ചിലപ്പോൾ എ വി അവിടെ നിൽക്കുന്നുണ്ടാവും. എൻ്റെ പഴയ ഒരു ഓർമ്മയാണ്. ആ എ വി എന്നെ കാണുമ്പോൾ ഞാൻ വണ്ടി നിർത്തി എ വി അതിൽ കയറും കാറിൽ. ഞാൻ കോഴിക്കോട്ടേക്കാണ് പോകണമെങ്കിൽ എ വിയോട് ചോദിക്കും, എ വി എങ്ങോട്ടാ? ഞാൻ എങ്ങോട്ടായാലും സമദാനി സാഹിബ് എടുക്കാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ടാണ്. ചിലപ്പോൾ അദ്ദേഹം തെക്കോട്ട് കോട്ടക്കൽ വഴിക്ക് പോകും, ഞാൻ കോഴിക്കോട്ടേക്കും. ഞാൻ കാറിലിരിക്കും. കാറിലിരുന്നാൽ എ വി പാടാൻ തുടങ്ങും. എൻ്റെ പഴയൊരു ഫിയറ്റ് വണ്ടിയാണ്. സീറ്റ് ഇങ്ങനെ ആടും, അദ്ദേഹം ഇങ്ങനെ ആടും. ബിസ്മിയും ഹംദും സലാത്തും വിണ്ടതിയിൽ പിന്നെ വെന്തുരുകും ചിന്തയിൽ ദുആയിരന്നിടുന്നേ. കഷ്ടതാഗൃഹപ്പിഴകൾ തട്ടി നീക്കുവാനേ. അങ്ങനെ 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 എത്ര എത്ര. ഞാൻ ഒരു എ വി മാത്രമല്ല, ഞാൻ ഒന്ന് ഓർത്തുപോയതാണ്. KH-ൻ്റെ ഈ സദസ്സിൽ വന്നപ്പോൾ ഈ നാട്ടിൽ നല്ല മുതലുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി ഞാനൊന്ന് ഓർത്തതാണ്. അല്ലാതെ ഈ കേൾക്കുന്ന ആഭാസമൊന്നുമല്ല. ആഭാസം കേൾക്കണവരെ വിചാരം അതെന്തോ വലിയ കാര്യമാണെന്നാണ്. ഇവിടെ റഫീ സാഹിബ് ജീവിച്ചിരുന്ന നാടാണ്. മുഹമ്മദ് റഫീ മദ്യപിക്കൂല, സിഗരറ്റ് വലിക്കൂല, ആരെയും ആക്ഷേപിക്കൂല. എന്ത് നല്ല പാട്ടുകളാണ്. നൗഷാദ് ഹിന്ദി സിനിമക്ക് ചലച്ചിത്ര ഗാനങ്ങൾക്ക് മ്യൂസിക് കൊടുത്ത ആളാണ്. അദ്ദേഹം ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, റഫീ സാഹിബിൻ്റെ വീട്ടിൽ തറാവീഹിന് എല്ലാവർക്കും വരുന്നവർക്ക് സ്ഥലം തികയാഞ്ഞിട്ട് അപ്പക്കപ്പ പായ ഓർഡർ ചെയ്തിട്ട് ഞാൻ പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നു. മുഹമ്മദ് റഫീ. ഞാൻ അതിനേക്കാളും വലിയൊരു മനുഷ്യൻ പറക്കാറുണ്ടോ? ഇന്നലെ നിര്യാതനായ മലയാളത്തിൻ്റെ മഹാഗായകൻ ജയചന്ദ്രൻ എപ്പോഴും റഫീ സാഹിബിനെ കുറിച്ചാണ് പറഞ്ഞത്. റഫീ സാഹിബിനെ കുറിച്ച് പറയാൻ അദ്ദേഹത്തിന് 1000 നാവായിരുന്നു. റഫീ റഫീ കടന്നൊക്കെ പറഞ്ഞു കളയും ജയചന്ദ്രൻ. കടന്ന് പറയാന്ന് പറഞ്ഞാൽ ദൈവം എന്നൊക്കെ പറഞ്ഞു കളയും. അത് കടന്ന പറച്ചിലാണ്, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെയാണ് ജയചന്ദ്രൻ അദ്ദേഹത്തെ കണ്ടത്. അപ്പം മനുഷ്യൻ്റെ വലിപ്പം, മലയാളത്തിൻ്റെ ഏറ്റവും വലിയ ഗായകൻ റഫീ സാഹിബിനെ എങ്ങനെ കണ്ടു എന്നാണ് ഞാൻ പറയണത്. അവരൊക്കെ ആയിരുന്നു മഹാന്മാർ. പിന്നെ ഏത് കാലം ചില കുഴപ്പങ്ങളും തകർച്ചയൊക്കെ ഉണ്ടാവും. എല്ലാ രംഗത്തും ഈ തകർച്ചയുണ്ട്. പക്ഷെ ആ തകർച്ചയെ ചെറുക്കണം. ആ തകർച്ചക്കെതിരെ നല്ല സാധനങ്ങൾ വിളമ്പണം. ഇപ്പോൾ പൊതുവേണ്ടി തകർച്ച. ഹോട്ടലുകളിലൊക്കെ പോയിട്ട് പഴയ സാധനം ചോദിച്ചാൽ എവിടെയെങ്കിലും കിട്ടുമോ? ഒക്കെ മനുഷ്യൻ്റെ വയറ് കേടാക്കുന്ന അധികവും പുതിയ പുതിയ ഭക്ഷണ സാധനങ്ങളാണ് ഇത്രേ. ഞാനൊരു ഹോട്ടൽ കമ്പക്കാരനോ ഭക്ഷണപ്രിയനോ അല്ലാത്തതുകൊണ്ട് എനിക്കത് അറിഞ്ഞൂടാ. എന്നോട് ആരെങ്കിലും പറഞ്ഞു തരുമ്പോൾ അറിവ് മാത്രമേ എനിക്കുള്ളൂ. എന്നോട് അടുത്ത ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞു, ഹോട്ടലിൽ പോയിട്ട് പഴയ സാധനം ചോദിച്ചാൽ കിട്ടൂല. ഒക്കെ പുതിയ പുതിയ പുത്തൻ പേരുകളാണ്, പുത്തൻ അസുഖങ്ങളുമാണ്. അപ്പോഴും പഴയ നല്ലതിനെ മുറുകെ പിടിക്കണം. പഴയ നല്ല നല്ല സാധനങ്ങൾ കഴിക്കണം.
അതിൻ്റെ പ്രസക്തി പോണില്ല. അതാണ് നല്ലതാണ് വേണ്ടത്. നല്ലതാണ് കേച്ച് വിളമ്പണത്. കേച്ച് നല്ല മുതൽ നല്ല പാത്രത്തിൽ വിളമ്പുന്നു. നല്ല മുതലെന്താ? നല്ല കവിത. നല്ല പാത്രം ഏതാ? അദ്ദേഹത്തിൻ്റെ നല്ല ശബ്ദം, അതിലൂടെ അദ്ദേഹത്തിൻ്റെ ഗാനം അതിലൂടെ വിളമ്പുന്നു. അത് കേൾക്കുന്നവർക്ക് നല്ല പാത്രത്തിലാവുമ്പോൾ കാണാൻ രസമുണ്ടാവും, ആളുകൾക്കൊരു താല്പര്യം ഉണ്ടാവും. എന്നമാതിരി നല്ല ഗീതമായിട്ട് പാട്ടായിട്ട് വരുമ്പോൾ, ഒരു സംഗതി ഒരു പാട്ടായിട്ട് വരുമ്പോൾ നമുക്കെന്തും കേൾക്കാൻ ഒരു മനുഷ്യ സഹജമാണത്. കവിത കേൾക്കുമ്പോൾ ഒരു താല്പര്യം മനുഷ്യനുള്ളതാണ്. കവിത എന്ന് പറഞ്ഞ പാട്ടാണ്. അത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേകത തോന്നും ആർക്കും. അത്രയൊക്കെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഞാൻ ശ്രീ ജയചന്ദ്രൻ്റെ നിര്യാണത്തിൽ അനുശോചിക്കുന്നു, അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നിങ്ങൾക്കൊരു പക്ഷേ അത്ഭുതം തോന്നും. ഞാൻ നല്ല മുതൽ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊക്കെ ജയചന്ദ്രനോട് എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു, വളരെ ഉറ്റ ബന്ധമായിരുന്നു. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം പാടിയ ഒരു പാട്ടിൻ്റെ 2 വരി മൂളി. എനിക്കത് വെടിയും മൂളാം. എന്താ കാരണം? അത് നല്ല മുതലാണ്. നല്ല മുതൽ നിങ്ങൾക്ക് നല്ലതേ നല്ലയിടത്ത് വെക്കാൻ പറ്റൂ. ഇത് നിങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് ഈ തറയിൽ വെച്ചാൽ നിങ്ങളെല്ലാവരും കൂടി എതിർക്കും. പക്ഷെ അത് മോശമായിപ്പോയി. അതവിടെ ഇതിവിടെ വെക്കണം. ഓരോന്നിനെയും അതിൻ്റെ സ്ഥാനത്ത് വെക്കണം. നിങ്ങൾ പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കൂ. എല്ലാ തലമുറകൾക്കും പറഞ്ഞു കൊടുക്കൂ. മോനെ അത് വെക്കേണ്ട സ്ഥലത്ത് അത് വെക്ക്. വാപ്പാനെ വെക്കേണ്ടടുത്ത് വാപ്പാനെ വെക്ക്. ഉമ്മയെ വെക്കേണ്ടടുത്ത് ഉമ്മയെ വെക്ക്. ഗുരുനാഥനെ വെക്കേണ്ടടുത്ത് ഗുരുനാഥനെ വെക്ക്. നല്ല ശബ്ദം, നല്ല ഗാനം. കല്യാണമാണെങ്കിൽ, പുതിയാപ്പിളറങ്ങാണെങ്കിൽ, നിക്കാഹാണെങ്കിൽ അതിൻ്റെ മാതിരി നടത്ത്. അത് തല്ലിടാനും പോലീസ് ഇടപെടാനുള്ളതല്ല. എവിടെയും ഒരു മര്യാദ വേണം. ആ മര്യാദ ഏത് കാര്യത്തിലുണ്ടായിരിക്കണം. നല്ല കവിത, അത് കേട്ടാൽ മനുഷ്യൻ്റെ ഹൃദയത്തിനൊരു ചലനം ഉണ്ടാവും. അപ്പം ഞാൻ അതിൻ്റെ 2 വരി മൂളി. അദ്ദേഹം വളരെ അത്ഭുതപ്പെട്ട് എൻ്റെ കൈ പിടിച്ച് അമർത്തിയിട്ട് പറഞ്ഞു, സമദാനി സാഹിബ്, ഇത് ഞാൻ പാടിയ പാട്ടാണ്, പക്ഷെ എനിക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നിരിക്കണം. അപ്പം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കണത്. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പാടിയ പാട്ടാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനിത് എവിടെയെങ്കിലും പാടുന്നു. തിരൂർ തുഞ്ചമഠത്തിൽ വൈകാതെ അദ്ദേഹം വന്ന്, MT വാസുദേവൻ നായരുടെ ക്ഷണപ്രകാരം വന്ന് അദ്ദേഹം ആ പാട്ടവിടെ പാടുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, സമദാനി സാഹിബ്, എൻ്റെ സുഹൃത്ത് സമദാനി സാഹിബ് അത് ഓർമ്മിപ്പിച്ചത്. ഞാനിത് അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. അദ്ദേഹം നിര്യാണം പ്രാപിച്ചതിൻ്റെ പിറ്റേന്നാണ് താനൂരിൽ KH പാടുന്നത്. അതിൻ്റെ 2 വരി ഞങ്ങളോട് പറയാം, പങ്കുവെക്കാം. അതിൻ്റെ തുടക്കം എങ്ങനെയാണ്? മനുഷ്യൻ മണ്ണിൽ പരകോടി, അവൻ്റെ മനസ്സിന് ശൈത്താൻ്റെ മുഖം മൂടി. മനുഷ്യൻ മണ്ണിൽ പരകോടി, അവൻ്റെ മനസ്സിന് ശൈത്താൻ്റെ മുഖം മൂടി. ചിരി കൊണ്ട് മയക്കാൻ വരുന്നത് പലതും ചിറകുകളില്ലാത്ത ജിന്നാണടാ. മനുഷ്യനല്ല, മനുഷ്യൻ മണ്ണിൽ പരകോടി. മണിവിളക്കെരിയുന്ന മാളികത്തട്ടിലുള്ള മനുഷ്യൻ്റെ ഉള്ളിൽ ഇന്നും ഇരുളാണടാ. എടാ പൊടാ ഒക്കെ പണ്ടത്തെ പാട്ടിൻ്റെ ശൈലിയാണ്. ഇത് പാടിയ ജയചന്ദ്രനാണ് ഇന്നലെ മരണപ്പെട്ടതെന്നും കൂടി നിങ്ങൾ അറിയണം. നല്ല മുതലാണ്. അപ്പോൾ ഇത് എഴുത്തേനെ നന്നാവണം. ഇങ്ങനൊരു നല്ല കവി എഴുതിയത് കൊണ്ടാണ്. മണിവിളക്കെരിയുന്ന മാളികത്തട്ടിലുള്ള മനുഷ്യൻ്റെ ഉള്ളിൽ ഇന്നും ഇരുളാണടാ. വല്ല വിളക്ക് കത്തിച്ചിട്ടാണ് മൂപ്പര് പെരയിൽ പാർക്കണത് മാളികത്തട്ടിൽ. അയാളുടെ അകത്ത് മുഴുവൻ ഇരുട്ടാണ്. KH, നിങ്ങളൊക്കെ പാടുന്നത് പോലുള്ള നല്ല അർത്ഥമുള്ള വരികളാണ്. മണിവിളക്കെരിയുന്ന മാളികത്തട്ടിലുള്ള മനുഷ്യൻ്റെ ഉള്ളിൽ ഇന്നും ഇരുളാണടാ. അങ്ങനെയാണ്. അതിൻ്റെ അടുത്ത വരി, പണമെന്ന് കേട്ടാൽ പടച്ചോനെ പോലും പണയം വെക്കുന്ന ദുനിയാവടാ.
യാചിച്ചിട്ടിങ്ങനെ 4:45 നടക്കുന്ന ഒരു വൃദ്ധ സ്ത്രീയെ കൊണ്ടുപോയിട്ട് കൊള്ള ചെയ്തതാണ് മിനിഞ്ഞാന്നത്തെ പത്രവാർത്ത. 4:45 ചോദിച്ചു നടക്കുന്ന, എന്തെങ്കിലും തരുമോയെന്ന് ചോദിച്ചു നടക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ എങ്ങോട്ടോ കൊണ്ടുപോയിട്ട് അവരേക്കുള്ളത് കവർന്നു. പണമെന്ന് കേട്ടാൽ പടച്ചോനെ പോലും പണയം വെക്കുന്ന ദുനിയാവടാ, ഇത് പഹയന്മാരുള്ള ദുനിയാവടാ. മനുഷ്യൻ മണ്ണിൽ പരകോടി, അവൻ്റെ മനസ്സിന് ശൈത്താൻ്റെ മുഖം മൂടി. മനസ്സിൻ്റെ അകത്ത് ശൈത്താൻ്റെ ഒരു മുഖം മൂടിയാണ്. ശൈത്താനാണ്, മനുഷ്യരൂപത്തിൽ ശൈത്താനാണ്. അവൻ്റെ വർത്താനം കണ്ട് മയങ്ങണ്ട. അടുത്ത വരി, ചിരി കൊണ്ട് മയക്കാൻ വരുന്നത് പലതും ചിറകുകളില്ലാത്ത ജിന്നാണടാ. മനുഷ്യൻ മണ്ണിൽ പരകോടി. ഇങ്ങനൊക്കെയാണ് സ്ഥിതി. ഇങ്ങനെ എത്രയോ ഉണ്ട്, എത്രയോ ഉണ്ട്. ഞാൻ ഇവിടെ നീട്ടി സംസാരിക്കണില്ല. എനിക്കും പല പരിപാടികളുണ്ട്. ഇവിടെ എൻ്റെ പ്രസംഗമല്ല, ഇവിടെ KH-ൻ്റെ പാട്ടാണ്. ഞാനതിൻ്റെ ഒരു തുടക്കത്തിലൊരു സന്തോഷത്തിന് വേണ്ടി വന്നതാണ്. കുട്ടികളെ ക്ഷണിച്ചപ്പോൾ ആസ്വാദനത്തിലൊക്കെ വലിയ മാറ്റം വരികയാണ്. എല്ലാറ്റിലും മാറ്റം വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഓർമ്മ വേണം. ഒക്കെ മാറുകയാണ്. ആ എല്ലാറ്റിനും അനുസരിച്ച് വേഷം കെട്ടുന്ന രീതിക്ക് ഒരു മാറ്റം കൊണ്ടുവരണം. പാട്ട് മാറി. പണ്ട് നമ്മൾ കല്യാണ പന്തലൊക്കെ കോളാമ്പിയിൽ അടിച്ചിട്ടാണ് പാടുക, വിഷറിയോണ്ട് ഇരുന്നിട്ടൊക്കെ പാടുക. എത്ര ആളുകളുണ്ടായിരുന്നു. നല്ല നല്ല പ്രശസ്തരായ പാട്ടുകാരുണ്ടായിരുന്നു. അവരുടെ കണ്ണിയിലെ വളരെ പ്രഗത്ഭനായ ഗായകനാണ് നമ്മുടെ പ്രിയപ്പെട്ട KH. അദ്ദേഹം പാടട്ടെ, പാടിക്കൊണ്ടേയിരിക്കട്ടെ. നന്മ വെതറട്ടെ. ഇന്ന് ആഭാസം പഠിപ്പിച്ചു കൊടുക്കണം. 8 വയസ്സുള്ള കുട്ടിയുടെ ഉള്ളിലേക്ക് 18 വയസ്സുകാരൻ്റെ 18 വയസ്സുകാരിയുടെ 18 വയസ്സിൽ അറിയേണ്ട കാര്യങ്ങൾ 8 വയസ്സുള്ള കുട്ടിയുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കയറ്റുകയാണ്. ഇതൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസം മൊബൈലിലൂടെയാണ്. അതുകൊണ്ട് ഗുണമുണ്ട്. മൊബൈലിലൂടെ എത്ര ആളുകൾ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. നല്ലതാണ് സോഷ്യൽ മീഡിയയിലൂടെ. പക്ഷെ അതല്ല, ആഭാസങ്ങൾക്കുള്ള ഇടമായിട്ടും അത് മാറുകയാണ്. പച്ചത്തെറിയൊക്കെയാണ് അതിൽ ചിലപ്പോൾ വരുന്നത്. തെറിയാണ്. ഇപ്പം സ്നേഹത്തെക്കുറിച്ച് പണ്ട് പറയുകയാണെങ്കിലും അതൊക്കെ നല്ല പട്ട് പൊതിഞ്ഞിട്ട് മനോഹരമായിട്ടേ പറയുള്ളൂ. ആഭാസകരമായ വാക്കൊന്നും ഉണ്ടാവില്ല. ഒന്ന് ഓപ്പണായിട്ട് പറയാന്നുള്ളതാണ്. ബെഡ്റൂമിൽ വെച്ച് മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ പരസ്യമായിട്ട് പറയാൻ തുടങ്ങിയാൽ അതിനെ ഗാനം, സാഹിത്യം എന്ന് വിളിക്കാൻ പറ്റില്ല. അതിനെ വിളിക്കേണ്ടത് വൃത്തികേട് എന്നാണ്. ബെഡ്റൂമിന് മനുഷ്യൻ്റെ ജീവിതത്തിൽ പലതും ഉണ്ടാവും. കുടുംബത്തിൽ പറയണത്, അങ്ങാടി പറയണത്, മക്കളോട് പറയണത് എല്ലാം നമ്മൾ മക്കളോട് പറയോ? അപ്പം കാലത്തിന് വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നല്ല നല്ല സംഗതികളെ രക്ഷിക്കണം. ഞാൻ KH-നെ അഭിനന്ദിക്കുന്നു. ഇവിടെ സന്നിഹിതരായ എല്ലാവരെയും പ്രത്യേകം ഇവിടെ ചില നേതാക്കന്മാരുടെ പേരൊക്കെ ഉണ്ട്. ആരൊക്കെ ഇവിടെ വന്നു എന്ന് എനിക്കറിഞ്ഞൂടെ. പ്രിയപ്പെട്ട സലാം ഇവിടെ ഉണ്ട്. മറ്റു പല എല്ലാവരും ഇവിടെ ഉണ്ടോയെന്നറിയില്ല. പലരെയും പേര് ഞാൻ ഇവിടെ കാണുന്നുണ്ട്, ആരും ഇവിടെ കാണാനില്ല. അപ്പം ഞാൻ പേരൊന്നും പറയണില്ല. ഇതിൽ പല ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല, എത്തിച്ചേരാൻ ഇരിക്കുന്നുണ്ടാവുള്ളൂ. എല്ലാവർക്കും എൻ്റെ ആദരം, എൻ്റെ ബഹുമാനം. ഖവ്വാലി എന്ന് പറഞ്ഞ അടിസ്ഥാനപരമായിട്ട് മദ്ഹാണ്. कोई जुस्तुजू है लब पे तेरा नाम आ गया है, तेरी मदह करते करते ये मकाम आ गया है. कोई गुफ्तगू है लब पे, എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ വേണ്ടി എൻ്റെ ചുണ്ടനങ്ങിയാൽ തെരാ നാമ ആ ഗയാ ഹേ, നബിയെ അങ്ങയുടെ പേര് വരികയാണ്. പരിശുദ്ധ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം
എൻ്റെ ചുണ്ട് അനങ്ങുമ്പോഴേക്ക് നബി അവിടുത്തെ പേരെൻ്റെ ചുണ്ടിൽ വരികയാണ്. तेरी मदह करते करते ये मकाम आ गया है. നബി അവിടുത്തെ മദ്ഹ് ചെയ്തിട്ടാണ് എനിക്ക് ഈ മക്കാമിൽ എത്താൻ കഴിഞ്ഞത്. എന്തെങ്കിലും പറയുമ്പോഴേക്ക് ചുണ്ട് അനങ്ങുമ്പോഴേക്ക് റസൂലുള്ളാഹിൻ്റെ പേര് വരികയാണ്. ഇതും കവിതയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്ങനെ വന്നത്? ഞാൻ മദ്ഹ് ചെയ്ത് तेरी मदह करते करते ये मकाम आ गया है. താനൂരിൻ്റെ വലിയ ഒരു പാരമ്പര്യത്തിൻ്റെ കൊടിയടയാളമാണ് ഉസ്താദ് KH താനൂർ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള കൊടി പറക്കട്ടെ, പാരമ്പര്യത്തിൻ്റെ കൊടി പറക്കട്ടെ, പാരമ്പര്യത്തിൻ്റെ കൊടികൾ വാനിൽ ഉയർത്തുക എന്ന് ചെറുപ്പക്കാരോട് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ കൊടി താഴ്ത്താൻ ഒരു പുത്തൻ പരിപാടിക്കും സാധിക്കില്ല. നിലനിൽക്കേണ്ടതേ നിലനിൽക്കൂ. നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? അല്ലാത്തൊക്കെ പോവും. ഈ ചില പാട്ടൊക്കെ ഇറങ്ങിയിട്ട് ആളുകൾ അതിൻ്റെ പിന്നാലെ പോവും. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ പാട്ട് ഈ കൊല്ലം കേൾക്കുന്നുണ്ടോ? സത്യം പറയും, പോയില്ലേ? പോയി, നിലനിൽക്കൂല. പുതിയ പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഓരോരുത്തരും എന്നോട് പറഞ്ഞാൽ ഞാൻ അങ്ങനെ കാണിക്കും. ഒരു 2 മാസം ആയുസില്ല, നിലനിൽക്കൂല. എന്നാൽ റഫീ സാഹിബിൻ്റെ ഒരു പാട്ട് ഇപ്പം താനൂരെ മീൻ മാർക്കറ്റിൽ ഒന്ന് മുഴങ്ങി വെക്കട്ടെ. ആൾക്കാർ ഭാഷ അറിയണവരും അറിയാത്തവരും ഒന്ന് തരിച്ചു നിൽക്കും. ആരാ റഫീ സാഹിബ് പാടുക? मेरे दोस्त तुझे मेरा प्रीत मीत मुबारक, ये साज नया नया गीत मुबारक. मेरे दोस्त तुझे मेरा मीत मुबारक. എത്ര വലിയ മഹാന്മാരായ മനുഷ്യന്മാർ ഇവർ! ഇന്ത്യയുടെ ഗായകന്മാരാണ്. ഗാന്ധിജി മരിച്ചപ്പോൾ റഫീ സാഹിബ് പാടി. لا
പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് നല്ലതേ നിലനിൽക്കൂ. അതിനുള്ള തെളിവാണ് പഴയ നല്ല പാട്ടുകൾ പതിറ്റാണ്ടുകൾക്ക് ശേഷവും മനുഷ്യൻ കാതു കൊടുക്കുന്നത്. ബാക്കിയൊക്കെ പോവും. ഇടക്കിടക്ക് ഇങ്ങനെ വരും ഓരോ തരംഗം, ഓരോ ഒഴുക്ക്. ഇത് ഭയങ്കരമായിട്ട് അടിച്ചു പൊളിക്കുന്ന പോലെയൊക്കെ നാട്ടിൽ ശബ്ദകോശങ്ങൾ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ഒരു തരംഗം കണ്ട് വരും. 2 മാസം 3 മാസം ഏറിയാൽ 6 മാസം. അതെവിടെ പോയിന്ന് പോലും അവിടെ അറിയില്ല. ആ പാട്ടും അത് പാടിയവരൊക്കെ അപ്രത്യക്ഷരായിത്തീരും. പഴയത് നിലനിൽക്കും, നല്ലത് നിലനിൽക്കും. അതാണിത്. ഖവാലി ഇന്ത്യയുടെ ഒരു അമൂല്യമായ ഗാനശാഖയാണ്. അതുണ്ടായത് തന്നെ ഇതിനാണ്. ഭക്തി. പുണ്യനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബിയുടെ കുടുംബത്തെ, അതുപോലെ സഹാബത്തിനെ, മുൻകടന്ന മഹാത്മാക്കളെ, അവരെ പറ്റിയൊക്കെയുള്ള നല്ലത് പറയാം. അപ്പോൾ അവരുടെ ഓർമ്മകൾ ജനങ്ങളുടെ മനസ്സിലേക്ക് വരും. അതിലൂടെ ഒരു നല്ല അന്തരീക്ഷം മനസ്സ് വെടുപ്പാക്കുക. മനസ്സ് വെടുപ്പാക്കാനുള്ള പണി ചെയ്തുകൊണ്ടേയിരിക്കണം. മനസ്സ് വാക്കുകൊണ്ട് വെടുപ്പാക്കണം. ഖൗൽ എന്ന വാക്കെന്നാണ് ഖവാലി. ഖൗൽ വാക്ക്, അതൊരു അറബി വാക്കുന്നുണ്ടായതാണിത് ഖവാലി. അത് ഉറുദു, ഹിന്ദുസ്ഥാനി, പേർഷ്യൻ വാക്കായിട്ടാണ് വന്നത്. പക്ഷേ അത് അറബി ഭാഷയിലെ ഖൗൽ എന്ന വാക്കുന്ന ഒന്നാണ്. ഖൗല് വാക്ക്, ഖുൽ പറയുക, പറയുന്നത് വാക്ക്, അതാണത് ഖൗൽ, ഖവാലി. അത് കേൾക്കുമ്പോൾ മനുഷ്യന് മനസ്സിലേക്ക് ഒരു അന്തരീക്ഷം വരും. അത് കേട്ടിട്ട് നേരെ പോയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തിന്മയോ അധാർമികതയോ ചെയ്യാനുള്ള ആവേശമെല്ലാം ഉണ്ടായിത്തീരുക. മോശപ്പെട്ട നെഗറ്റീവായ ചിന്തകളെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരിക. നല്ലത് കൊണ്ടുവരൂ. അവിടെ സംഗീതത്തിനല്ല പ്രാധാന്യം, അവിടെ പാട്ടിനല്ല പ്രാധാന്യം. ആ ഗായകൻ കേൾവിക്കാർക്ക് കൊടുക്കുന്ന ആശയങ്ങൾക്കാണ് പ്രാധാന്യം. കയച്ചൻ എത്രയോ തവണ കേട്ടിട്ടുള്ളവരാണ് നിങ്ങൾ. എത്രയോ മലയാളികൾ അദ്ദേഹത്തെ കേട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് അദ്ദേഹം പകർന്നു കൊടുക്കുന്നത് ആ സംസ്കാരമാണ്. ഒരു സംസ്കാരമാണത്, ഒരു സംസ്കാരമാണ്. അതിലൂടെ നല്ല ശീലങ്ങൾ ഉണ്ടായിത്തീരും, നല്ല മനോഭാവം ഉണ്ടായിത്തീരും, മഹത്തുക്കളോടുള്ള ആദരം ഉണ്ടായിത്തീരും. എത്ര മദ്ഹിന്റെ ഗാനങ്ങളാണ് മലയാളത്തിലും ഉറുദുവിലും ഹിന്ദിയിലും ഒക്കെ കിടക്കുന്നത്. എത്രയെത്ര മഹത്തുക്കൾ പാടിയിരിക്കുന്നു. അതിനൊക്കെ പുതിയ ഊർജം പകരാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അധ്യക്ഷം വഹിക്കുന്ന ലത്തീഫ്, സ്വാഗതം പറഞ്ഞ ഷുഹൈബ്, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുനിസിപ്പൽ ചെയർമാൻ റഷീദ് മോര്യ അടക്കം, അഡ്വക്കേറ്റ് റൌഫ്, ഷംസുദ്ദീൻ മുൻ ചെയർമാൻ, അഷ്റഫ് ഓലപ്പീടിക, ബഷീർ തായിഫ്, ഗ്ലോബൽ KMCC, അയ്യൂബ്, ആംബു KMCC, കരീം മംഗല്യ, കുഞ്ഞാവ EP, അബ്ദുറഹ്മാൻ CK, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ പ്രിയ സ്നേഹിതൻ സലാം അടക്കം, സദസ്സിലുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട താനൂർക്കാർ, പരിസരവാസികൾ, എനിക്ക് ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ. ഈ നാടിനോട് എനിക്ക് പ്രത്യേകമായ ബഹുമാനമുണ്ട്. താനൂർ നമ്മുടെ പഴയ പാരമ്പര്യത്തിൻ്റെ ഇടമാണ്. ഏത് കാര്യത്തിലും സ്വാതന്ത്ര്യ സമരമാണെങ്കിൽ അതിൽ താനൂരുണ്ട്, ഇൽമിൻ്റെ പാരമ്പര്യമാണെങ്കിൽ അതിൽ താനൂരുണ്ട്, നല്ല കവിതയുടെ പാരമ്പര്യമാണെങ്കിൽ, നല്ല ഗാനത്തിൻ്റെ പാരമ്പര്യമാണെങ്കിൽ അതിലും താനൂരിന് സ്വന്തമായ ഒരു ചരിത്രമുണ്ട്, ഒരു ഇടമുണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെട്ടതാണ്. അതിന് എല്ലാവിധ പുരോഗതിയും ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ AV മുഹമ്മദിൻ്റെ ഒരു ഗാനശകലം ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ തന്നെ ആയിക്കോട്ടെ, ബിസ്മിയും ഹംദും സലാത്തും വിണ്ടതിയിൽ പിന്നെ വെന്തുരുകും ചിന്തയിൽ ദുആയിരന്നിടുന്നേ. ദ്വാരുന്നോണ്ട് തുടങ്ങുകയാണെന്ന് പറഞ്ഞത്. എന്തിലും ഇല്ല നസീബ്, എത്രയും പാപി ഗരീബ്, ഇല്ല സ്വന്തം മുതൽ. ബാക്കി വരികൾ ഞാൻ കൃത്യമായിട്ട് ഓർക്കണില്ല, പണ്ട് കേട്ടിട്ട് ഇപ്പോഴും നിൽക്കുകയാണ് നമ്മളൊക്കെ മനസ്സിൽ. ഇതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കേട്ടതാ, ഇതൊന്നും ആരും സ്കൂളിൽ പോയിട്ടോ മദ്രസയിൽ പോയിട്ടോ പഠിച്ചതല്ല. അപ്പോൾ അതിൻ്റെ ഒരു ശക്തിയാണ് ഇപ്പോഴത്തെ മനപ്പാടമായിട്ട് കിടക്കുന്നത്. അതിൻ്റെ ശക്തിയാണ്. കഷ്ടതാഗൃഹപ്പിഴകൾ തട്ടി നീക്കുവാനേ, അള്ളാഹിനോട് നടത്തുന്ന ഒരു ദുആയാണത്.
ബിസ്മിയും കണ്ടോ, ബിസ്മിയും ഹംദും സലാത്തും വിണ്ടതിയിൽ പിന്നെ വെന്തുരുകും ചിന്തയിൽ ദുആയിരന്നിടുന്നേ. അപ്പം ഇതും ദുആക്കി മാറ്റാം, ഒരു കവിത പ്രാർത്ഥനയാക്കി മാറ്റാം, ഒരു പാട്ട് ഒരു നല്ല ചിന്തയിലേക്ക് നയിക്കാം. അദ്ദേഹത്തിൻ്റെ തന്നെ ഞാൻ ചിലയിടത്തൊക്കെ ഉദ്ധരിച്ചിട്ട്, ഇതൊക്കെ എഴുതിയത് വലിയ വലിയ ആളുകളാണ്. ഇത് എഴുതിയവരെ ഒക്കെ ഞാൻ പരിചയം ഉണ്ടായിരുന്നു. അവരിൽ ചിലരൊക്കെ ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട്. തിരൂരങ്ങാടി KT മൊയ്തീൻ അടുത്ത കാലത്താണ് നിര്യാണം പ്രാപിച്ചത്. പകലൽ നിശാനിയാലം പരിപാലക സഹായ മഖ്ലൂക്ക് ജിന്നിൻസാന മലക്കെ സമാനൂന. ഇത്ര ഭാഷ വന്നു പറയല്. പകലൽ നിശാനിയാലം പരിപാലക സഹായ മഖ്ലൂക്ക് ജിന്നിൻസാന മലക്കെ സമാനൂന. ഈസാ മസീഹിൻ സൂതി മറിയം വയറ്റിലൂതി നിസ്തുല്യ ജന്മനീതി നിറവേറ്റിയോനെ ഹാദി. ഇതൊക്കെ കേട്ടാൽ എന്താ തോന്നുക? അതിൻ്റെ അർത്ഥം പറയാൻ ഞാൻ സ്കൂളിൽ പോയിട്ട് കോളേജിൽ പോയിട്ടും ചിലരോട് ചോദിച്ചു, ഈസാ മസീഹിൻ സൂതി, ആ സൂതിയുടെ അർത്ഥം എന്ന് പറയുമോ? ആർക്കും പറയാൻ കഴിയുന്നില്ല. കുട്ടികളൊക്കെ ഇരുന്നു പറയാൻ കഴിയുന്നില്ല. ഈസാ മസീഹിൻ്റെ ജന്മം, മറിയം അലൈഹി വസ്സലാം ഈസാ നബിയെ പ്രസവിച്ച സംഭവമാണ് പറയണത്. ഈസാ മസീഹിൻ സൂതി മറിയം വയറ്റിലൂതി നിസ്തുല്യ ജന്മനീതി. മറ്റാർക്കും ഇല്ലാത്തൊരു ജന്മം, നിസ്തുല്യ ജന്മനീതി. വേറെ ആരും ജനിച്ച പോലല്ല ഈസാ നബി ജനിച്ചത്. ഒരു വരിയിൽ പറഞ്ഞു അത് കവി. നിറവേറ്റിയോനെ ഹാദി. മനുഷ്യാപിതാവ് ആദം മാതാ ഹവ്വാ സഹീദം വറുതിപ്പഴം ഭുജിത്തേ മൽഊൻ കെണിപ്പെടുത്തേ. ഇനി ഇന്ന് തൗബ നൽകി പൊറുത്തുള്ള തമ്പുരാനെ. മൽഊൻ കെണിപ്പെടുത്തേ. ഇബ്ലീസ് കെണി ഉണ്ടാക്കി. കേൾക്കുന്നവർക്കും നല്ല വിവരം ഉണ്ടെങ്കിൽ ഇതൊക്കെ, നല്ല വിവരമുള്ളവരാണ് ഇതൊക്കെ കേൾക്കാൻ വരിക. നിങ്ങളൊക്കെ നല്ല വിവരമുള്ളവരായതുകൊണ്ടാണ് KHൻ്റെ പാട്ട് കേൾക്കാൻ വന്നിരിക്കുന്നത്. സാർ സംശയമില്ല, എന്തിനുണ്ടൊരു നിലവാരം. അതുകൊണ്ട് ഞാൻ KHനെല്ലാം നന്മകളും നേരുന്നു. അദ്ദേഹത്തിന് ദീർഘായുസ് ഉണ്ടാവട്ടെ. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരു ക്ഷതം ഏൽക്കാതെ ഹൈറായിട്ട് എന്നെന്നും ഒഴുകുന്ന പുഴ പോലെ അത് പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ. നല്ലത് അദ്ദേഹം പാടിക്കൊണ്ടേയിരിക്കട്ടെ. അതിൽ കൂടുതൽ ശക്തിയും ഓജസ്സും അഥറും. അഥർ കേൾക്കുന്നവർക്കുണ്ടാകുന്ന സ്വാധീനമാണ് അഥർ. ഒരാൾ സംസാരിച്ചു, അത് കേൾക്കുന്നവരുടെ മനസ്സ്, ഒരാൾ പാട്ടുപാടി, അത് കേൾക്കുന്നവരെ പിടിച്ചിരുത്തുന്ന. അങ്ങനെ ആവട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട്, ഇനി ഞാൻ നീട്ടണം നിങ്ങളാരും പറയില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാനത് പറയാതിരിക്കാനാണ് കുറച്ച് നീട്ടിയത്. അല്ലെങ്കിൽ ഞാൻ 2 മിനിറ്റ് സംസാരിച്ച് ബാക്കി KHൻ്റെ സ്വരം എങ്ങും പരക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഇത് കേൾക്കാൻ വന്നിരിക്കുന്ന പണ്ഡിതന്മാരുണ്ട് സദസ്സിൽ, ഉസ്താദുമാരുണ്ട്, മുഅല്ലിമുകളുണ്ട്, മുതഅല്ലിമുകളുണ്ട്, അധ്യാപകരുണ്ട്, തൊഴിലാളി സുഹൃത്തുക്കളുണ്ട്, കച്ചവടക്കാരുണ്ട്. എല്ലാവർക്കും പറ്റിയത് ഇതാണ്. എല്ലാവർക്കും വരാം. നിലവാരമുള്ള സംഗതി എവിടെയുള്ളൂ അവിടെ എല്ലാവർക്കും പോയിരിക്കാം. നിലവാരമില്ലാത്തടുത്ത് ചിലർക്കേ പോകാൻ പറ്റുള്ളൂ. ഇത് നിലവാരമുള്ള മുതലാണ്. ആ നിലവാരമുള്ള മുതൽ താനൂരിൽ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദം, താനൂരിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വരധാര പുറപ്പെടുന്നുവെന്നുള്ളത് താനൂരിന് മാത്രമല്ല എല്ലാ പ്രദേശങ്ങൾക്കും ആശ്വാസമാണ്, അഭിമാനമാണ്. ഇത് ഇവിടുന്ന് പരന്ന് എല്ലായിടത്തും എത്തും. അത് മറ്റുള്ളവർക്ക് ഈ മരുന്ന് കൊടുക്കുന്ന ഡോക്ടറെ പോലെ. എന്നാൽ അല്ലെങ്കിൽ തന്നെ അവസ്മാര. ചിലവരെ പാട്ട് അവസ്മാരാണ്, അതങ്ങോട്ട് ആളെ ഇളകുകയാണ്. പാട്ടും കിട്ട് പാടാനാണ് മൈക്കാണ്ട് എടുത്താൽ. സാധാരണ അവസ്മാരാണെങ്കിൽ ഇരുമ്പ് കൈ കൊടുത്താൽ നിൽക്കും.
ഇത് ഇരുമ്പുമ്മലൊന്നും നിൽക്കൂല, ആടുകയാണ് നിന്നിട്ടേ. എന്തോരാട്ടാണ്, പേടിയായി പോകും മനുഷ്യന്. അങ്ങനെ ഏർപ്പാടാണ്. ജയേന്ദ്രൻ പറഞ്ഞത് ശരിയാണ്, ശൈത്താൻ്റെ മുഖം മൂടി. അത് അകത്തുനിന്നാണ് പറഞ്ഞത്, പുറത്താണ്. എല്ലാവർക്കും നന്മ വരട്ടെ. ഉസ്താദ് KH താനൂരിൻ്റെ മെഗാ ഖവ്വാലി മെഹഫിൽ ഇതൊക്കെ പാട്ടിൽ വന്നിരുന്ന വാക്കുകളാണ്. ചലച്ചിത്ര ഗാനങ്ങൾ വരെ ഏ ദുനിയാ ഏ മെഹഫിൽ मेरे काम की नहीं मेरे काम की नहीं ये दुनिया. റഫീ സാഹിബിൻ്റെ പാട്ടാണ് ഏ മെഹഫിൽ. അപ്പം ഇതൊക്കെ ഒരു പാരമ്പര്യമാണ്. ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തെയാണ് താന്നൂരുകാരെ നിങ്ങൾ KHൻ്റെ നേതൃത്വത്തിൽ പുനരുജ്ജീവിപ്പിക്കുന്നത്. ഇന്ത്യയുടെ പാരമ്പര്യത്തെയാണ്. ഇത് താന്നൂരിൽ നിൽക്കണ മുതലല്ല, ഇത് കേരളത്തിൽ നിൽക്കണ മുതലല്ല, ഇത് ഇന്ത്യ രാജ്യത്തിൻ്റെ മഹത്തായ ഒരു ഖജനാവാണ്, മഹത്തായ നിധിയാണ്. അതിനെ കാത്തു സൂക്ഷിക്കുന്ന നിങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് സർവശക്തനായ കാരുണ്യവാന്റെ തിരുനാമത്തിൽ അങ്ങനെ പറയാൻ മടിക്കാതെ പോകാൻ പറ്റിയ ഒരു പാട്ടിൻ്റെ സ്ഥലത്താണ് ഞാൻ പോയിരിക്കുന്നത്. വേറെ എവിടെയെങ്കിലും പോയിട്ടല്ല പാട്ട് കച്ചേരി തിരുനാമത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ എൻ്റെ മനസ്സും സമ്മതിക്കില്ല, കേൾക്കണം.